ശബരിമല വിഷയം വളരെ ഗൗരവതരമായി മാറിക്കൊണ്ടിരിക്കുകയാണ്. അങ്ങനെ മാറുന്നതിനിടയിൽ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്ക് എല്ലാം കോൺസെൻട്രേറ്റ് ചെയ്യുന്നുണ്ടോ എന്നൊരു സംശയം ഈ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിൻ്റെ ചില പ്രവർത്തനങ്ങൾ കാണുമ്പോൾ തോന്നുന്നുണ്ട്. മുഴുവൻ ഉണ്ണികൃഷ്ണൻ പോറ്റിയിലേക്കാണ് കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. പോറ്റി പറയുന്നത് ഇപ്പോൾ ഹൈദരാബാദിലെ ഒരു ഏജൻസിയെക്കുറിച്ച് സ്മാർട്ട് ക്രിയേഷൻസ് എന്ന് പറയുന്ന പുറമെ മറ്റൊരു ഏജൻസിയെക്കുറിച്ച് പറയുന്നുണ്ട്. അതുപോലെ തന്നെ കൽപേഷിലേക്ക് ഈ വിഷയം പോകുന്നില്ല. അതുപോലെ തന്നെ മുരാരി ബാബുവിലേക്ക് ഈ വിഷയം പോകുന്നില്ല. ദേവസ്വം ബോർഡിലെ മറ്റു ഉദ്യോഗസ്ഥരിലേക്ക് ഇത് പോകുന്നില്ല. SIT ടീമും കോൺസെൻട്രേറ്റ് ചെയ്ത് നിൽക്കുന്നത് അല്ലെങ്കിൽ കേന്ദ്രീകരിച്ച് നിൽക്കുന്നത് ഉണ്ണികൃഷ്ണൻ പോറ്റിയിലാണ്. പോറ്റിക്ക് 2025 10 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് വന്നിട്ടുണ്ട്. എവിടെ നിന്നാണ് ഈ 2025 10 ലക്ഷം രൂപ വന്നത്? നേരത്തെ പോറ്റി ഈ സ്വർണത്തിൻ്റെ കഥയൊക്കെ പഴയതല്ലേ, പക്ഷേ അതിനുശേഷം 2019 കഥയാണല്ലോ. പക്ഷേ അതിനുശേഷം ഈ 2025 പോറ്റിക്ക് എങ്ങനെയാണ് 10 ലക്ഷം രൂപ ഇതിനകത്ത് വന്നിരിക്കുന്നത്? അപ്പോൾ അതീവ ഗുരുതരമായ ഒരുപാട് പ്രതിസന്ധികളുണ്ട്. ഈ 10 ലക്ഷം രൂപ ഒരുപക്ഷെ വന്നത് ഏതോ ബിനാമി അയച്ചതാണ്. എന്തിനാണ്? അദ്ദേഹത്തിന് കേസ് പറയാനായിരിക്കും. അപ്പോൾ കേസ് പറയാനുള്ള തുക ബിനാമി അയച്ചിട്ടുണ്ടെങ്കിൽ ആരുടെ അക്കൗണ്ടിൽ നിന്ന് വന്നു, ആരാണ് ഈ പണം കൊടുത്തത്, അങ്ങനെ തുടങ്ങിയ വളരെ വലിയ ചോദ്യങ്ങളാണ് നമുക്ക് ഈ ശബരിമലയെക്കുറിച്ച് വരുന്നത്. ഉണ്ണികൃഷ്ണൻ പോറ്റി എന്ന് പറയുന്ന ഒരാളിലേക്ക് ഈ കാര്യങ്ങൾ ചുരുങ്ങി വരുമ്പോൾ ആരാണ് പോറ്റിയെ പോറ്റിയതും പോറ്റിയെ ഇപ്പോൾ പോറ്റുന്നതും? നേരത്തെ പോറ്റിയത് അവിടെ നിൽക്കട്ടെ, അത് വേറൊരു കഥ. പക്ഷെ ഇപ്പോഴും പോറ്റുന്നത് ആരാണ്? ഈ കേസിലൊക്കെ ചെന്ന് പെട്ടതിന് ശേഷവും ഇത്രയും വിവാദങ്ങൾ ഉണ്ടായതിനു ശേഷവും അദ്ദേഹത്തെ അറസ്റ്റ് ചെയ്ത് അദ്ദേഹം കസ്റ്റഡിയിലിരിക്കുന്ന സമയത്തും അദ്ദേഹത്തിനെ പോറ്റുന്നത് ആരാണ് എന്നത് വളരെ ഗുരുതരമായൊരു ചോദ്യമാണ്. ഇത് വലിയ പ്രധാനപ്പെട്ടൊരു ചോദ്യമാണ്. അപ്പോൾ ആ നിലയിൽ നിൽക്കുമ്പോൾ ശബരിമലയിലെ ഓരോ വിഷയങ്ങളും ഓരോന്നായിട്ട് എടുത്തു കഴിഞ്ഞാൽ, കത്തിച്ച കാലത്തുള്ള വിഷയങ്ങൾ എടുത്താലും, വിഗ്രഹം പൊട്ടിച്ചു കളഞ്ഞ കാലത്തുള്ള വിഷയം എടുത്താലും, ഇപ്പോഴുള്ള വിഷയം എടുത്താലും വളരെ വളരെ വിചിത്രമാണ് കാര്യങ്ങൾ. ഇതിനിടയിൽ രാജീവ് കണ്ടൊരു തന്ത്രി ഒരു കത്ത് കൊടുത്തിട്ടുണ്ട്. അവിടുത്തെ കൊടിമരത്തിൽ നിന്ന് എടുത്തുകൊണ്ട് പോയ ചെറിയ ഒരു വിഗ്രഹം പോലുള്ള അല്ലെങ്കിൽ ഒരു പ്രതിമ അവിടെ നിന്ന് എടുത്തുകൊണ്ട് പോയി അത് മാറ്റിയപ്പോൾ പഴയത് തന്ത്രിയുടെ സൂക്ഷിക്കാൻ കൊടുത്തു എന്നാണ് പറയുന്നത്. പക്ഷേ അത് തന്ത്രി അതെങ്ങനെയാണ്? ദേവസ്വം ബോർഡിൻ്റെ ഒരു വസ്തു തന്ത്രിക്ക് എടുത്തോളാൻ കൊടുത്താൽ ഓക്കെ, ഒരു ഗിഫ്റ്റ് എന്നുള്ള നിലയിൽ തന്ത്രിക്ക് കൊടുത്താൽ കുഴപ്പമില്ല. അല്ലെങ്കിൽ തിരുവാഭരണ പെട്ടിയൊക്കെ വയ്ക്കുന്ന, തിരുവാഭരണ ഘോഷയാത്രയൊക്കെ നടത്തുന്ന ആറന്മുള പാർത്ഥസാരഥി ക്ഷേത്രത്തിൽ കൊണ്ടുവച്ചാലും കുഴപ്പമില്ല. അല്ലാതെ ഇതെങ്ങനെയാണ് ഒരു തന്ത്രിയുടെ വീട്ടിൽ കൊടുത്തു വിടുന്നത്? എന്തായാലും അദ്ദേഹം അത് വളരെ ഗൗരവമായി അത് സീരിയസ് ആയിട്ട് എടുത്തു. അദ്ദേഹം ഉണ്ടെന്ന് പറഞ്ഞത് തന്നെ വലിയൊരു കാര്യമാണ്. വേണമെങ്കിൽ കള്ളം പറയാൻ എൻ്റെ കയ്യിലില്ല എന്നൊക്കെ പറയാമായിരുന്നു, പക്ഷേ കള്ളം പറഞ്ഞില്ല, ഉണ്ടെന്ന് പറഞ്ഞു. അത് മാത്രമല്ല, അദ്ദേഹം തിരിച്ചു കൊടുക്കാൻ വേണ്ടി ദേവസ്വം ബോർഡ് കത്തും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാഗം, തന്ത്രിയുടെ ഭാഗം തന്ത്രി നന്നായി ചെയ്യുന്നുണ്ട്. തന്ത്രിയോട് നേരത്തെ അനുവാദം ചോദിച്ചു, ഈ പാളിയൊക്കെ സ്വർണം ചെമ്പ് ഇങ്ങനെ തെളിയുന്നു, അതുകൊണ്ട് പൂശട്ടെ എന്ന് ചോദിച്ചപ്പോൾ പൂശാൻ പറഞ്ഞു എന്നുള്ള ഒരു കത്ത് കൊടുത്തു, അല്ലെങ്കിൽ ഒരു മറുപടി കൊടുത്തു എന്നുള്ളത് മാത്രമാണ് തന്ത്രി ഇതിനകത്ത് ചെയ്തു എന്ന് പറഞ്ഞതായി തന്ത്രി തന്നെ പറയുന്നത്. നമുക്കിപ്പോൾ നമ്മൾ തന്ത്രിയെ വെളുപ്പിക്കാനോ അല്ലെങ്കിൽ വേറെ ആരെങ്കിലും വെളുപ്പിക്കാനോ ഒന്നുമല്ല. അത് ശബരിമല എന്നെ സംബന്ധിച്ചിടത്തോളം തന്ത്രിക്കായാലും പോറ്റിമാർക്കായാലും ഈ കള്ളപ്പോറ്റിക്കായാലും അവിടുത്തെ എല്ലാവർക്കും ഒരു കറവ പശുവാണ്. നമ്മൾ പലവട്ടം പറഞ്ഞതാണ്. ഈ കറവ പശുവിനെ എടുക്കാൻ വേണ്ടി നിൽക്കുന്നതിൽ ഓരോ മേഖല എടുത്തു കഴിഞ്ഞാൽ, ഏത് മേഖല എടുത്താലും അത് വലിയ കറവ പശുവാണ്. കോടാനുകോടി രൂപയാണ് ശബരിമലയിൽ വരുന്നത്. ഈ പണം കൈകാര്യം ചെയ്യുന്നതിൽ വലിയ കെടുകാര്യസ്ഥതയാണ് ശബരിമലയിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. പക്ഷേ അങ്ങനെ സംഭവിക്കുന്ന കെടുകാര്യസ്ഥതയെ ചോദ്യം ചെയ്യാൻ പോലും പറ്റുന്നില്ല എന്നുള്ളതാണ്. ഇപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമൊക്കെ വന്ന് ഇപ്പോൾ എന്താ ചെയ്യുന്നത്? അത്യാവശ്യം പ്രധാനപ്പെട്ട ആളുകളിലേക്ക് പോലും പോകുന്നില്ല. കൽപേഷ് എന്ന് പറയുന്ന ഒരു കഥാപാത്രം ഉണ്ടോ എന്ന് പോലും അറിയില്ല. അതോ ഇത് കൽപ്പിക്കുന്ന ആളിനിട്ടിരിക്കുന്ന ഇരട്ടപ്പേരാണോ എന്നും അറിയത്തില്ല. കൽപേഷ്. മുരാരി ബാബു ഇതിനകത്ത് വളരെ പ്രധാനപ്പെട്ട ഒരാളാണ്. അദ്ദേഹത്തെ നായർ സർവീസ് സൊസൈറ്റിയുടെ ഏത് സംഘടനയിലൊക്കെ നിന്നിട്ട് അദ്ദേഹത്തിനെ പുറത്താക്കിയിരിക്കുന്നു. പുറത്താക്കിയപ്പോഴും മുരാരി ബാബു സംസാരിക്കുന്നില്ല. അപ്പോൾ മുരാരി ബാബു ചാനലിൽ വരുന്നില്ല, ഒന്നും സംസാരിക്കുന്നില്ല. കൽപേഷ് ചാനലിൽ വരുന്നില്ല. കൽപേഷ് ആരെന്ന് പോലും അറിയത്തില്ല. അപ്പോൾ അങ്ങനെ അജ്ഞാതരായവരും ബിനാമികളും എല്ലാം കൂടി ചേർന്നിട്ടാണ് ശബരിമലയിലെ ഈ കൊള്ള നടത്തിയിരിക്കുന്നത്, പച്ചയ്ക്ക് കൊള്ള നടത്തിയിരിക്കുന്നത്. ഇതിനെ പരിഹരിക്കാനായിട്ടുള്ള മാർഗങ്ങൾ എന്തൊക്കെയാണ്? ധനലക്ഷ്മി ബാങ്കിൽ ആർക്കൊക്കെയാണ് ശബരിമലയുമായി ബന്ധമുള്ള, ശബരിമലയിലെ ദേവസ്വം ബോർഡ് അംഗങ്ങളിൽ ശബരിമലയുമായി ബന്ധമുള്ളവരുടെ മുഴുവൻ അക്കൗണ്ടും പരിശോധിക്കണ്ടേ? അവർക്ക് ധനലക്ഷ്മി ബാങ്കിൽ അക്കൗണ്ട് ഉണ്ടോ? മറ്റ് ബാങ്കുകളിൽ അവരുടെ അക്കൗണ്ടുകൾ എത്രയാണ്? ദേവസ്വം ബോർഡ് മെമ്പർമാരുടെ ആ അക്കൗണ്ടുകളിൽ എത്ര അക്കൗണ്ടുകളുണ്ട്? അവിടെയെല്ലാം എത്ര രൂപ ചെന്നു? ദേവസ്വം ബോർഡ് പ്രസിഡന്റുമാരുടെ അക്കൗണ്ടിലേക്ക് എത്ര ചെന്നു? ഇത് അന്വേഷിക്കണ്ടേ? അവിടെ ഓരോന്നും കൊട്ടേഷൻ കൊടുക്കുമ്പോൾ, ലേലം കൊടുക്കുമ്പോൾ, ശർക്കരയായാലും തേങ്ങയായാലും ഏത് വിഷയമായാലും അതുപോലെ തന്നെ അവിടെ ഉണ്ണിയപ്പം ഉണ്ടാക്കുന്നതായാലും അരവണ ഉണ്ടാക്കുന്നതായാലും സാമ്പ്രാണിത്തിരി വാങ്ങുന്നതായാലും
സകല കാര്യത്തിലും ബിനാമികളെയും കൊട്ടേഷനെയും സംഘത്തെയൊക്കെ വച്ച് വലിയ ഒരു ടീമാണ്. അതിനകത്തൊരു തമാശ എന്താണെന്ന് വെച്ചാൽ ഇതിനകത്ത് ജാതിയും മതമൊന്നുമില്ല. മുസ്ലിംമാന്മാരുമുണ്ട്, ക്രിസ്ത്യാനികളുമുണ്ട്, ഹിന്ദുക്കളുമുണ്ട്. എല്ലാവരും ചേർന്നിരിക്കുന്ന ഒരു കോക്കസ് എന്ന് പറയുന്ന സംവിധാനത്തിലൂടെയാണ് ശബരിമലയിലെ ഈ കൊള്ള നടന്നുകൊണ്ടിരിക്കുന്നത്. എന്തായാലും കൊള്ള പുറത്തു വന്നു എന്നുള്ളത് ഒരു ആശ്വാസകരമായ കാര്യമാണ്. പക്ഷെ കൊള്ള പുറത്തു വന്നെങ്കിലും കൊള്ളക്കാരെ മുഴുവൻ കണ്ടുപിടിക്കാൻ ഇതുവരെ കഴിഞ്ഞിട്ടില്ല എന്നുള്ളതും SIT സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിന് ആരുടെയെങ്കിലും ഡയറക്ഷൻ ഉണ്ടോ എന്ന് നമുക്കറിയത്തില്ല. കാരണം അതും സർക്കാർ സംവിധാനത്തിലുള്ള ഉദ്യോഗസ്ഥരാണ്. അതുകൊണ്ട് തന്നെ അവർ മുഴുവൻ ഫോക്കസ് ചെയ്യുന്നത് ഉണ്ണികൃഷ്ണനിലേക്കാണ്. ഒരുപക്ഷെ ഉണ്ണികൃഷ്ണനിൽ നിന്ന് എല്ലാം എടുത്തതിന് ശേഷം അടുത്ത ആളുകളിലേക്ക് പോകാം, കണക്ട് ചെയ്ത് പോകാം. ബാക്കി ആളുകളിലേക്ക് കണക്ട് ചെയ്ത് പോയാൽ ഉണ്ണികൃഷ്ണൻ്റെ ഫോക്കസ് പോകുമോ എന്നുള്ളൊരു ടീം. കാരണം ടീം എങ്ങനെയാണ് ഇതിൻ്റെ സ്ട്രാറ്റജി വർക്കൗട്ട് ചെയ്യുന്നിരിക്കുന്നത് നമുക്കറിയത്തില്ല. IPS ഓഫീസർമാരൊക്കെ ഉള്ളതല്ലേ. അപ്പോൾ ഉണ്ണികൃഷ്ണൻ പോറ്റിയിൽ നിന്ന് 15 ദിവസം കൊണ്ട് പരമാവധി വിവരങ്ങൾ എടുത്തതിന് ശേഷം ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ ജാമ്യവും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളുണ്ടല്ലോ കോടതിയിൽ. കസ്റ്റഡി അപേക്ഷ കഴിയുമ്പോൾ വീണ്ടും ചിലപ്പോൾ കസ്റ്റഡി അപേക്ഷയിലേക്ക് ചോദിക്കാം, അത് നീട്ടി ചോദിക്കാം, അല്ലെങ്കിൽ അദ്ദേഹത്തെ വീണ്ടും കോടതിയിൽ ഹാജരാക്കും. അപ്പോൾ ജാമ്യത്തിൻ്റെ കഥകളുണ്ട്. ആ കഥകൾ വന്നതിന് ശേഷം ബാക്കിയുള്ളവരിലേക്ക് പോകാം എന്നാണോ? എല്ലാം കൂടി വിവാദം ഉണ്ടാക്കേണ്ടെന്നാണോ? അതോ മുരാരി ബാബു വളരെ ശക്തനാണോ? ഇതിൻ്റെ ഉണ്ണികൃഷ്ണൻ പോറ്റി തന്നെ പറഞ്ഞിരിക്കുന്നു, പോറ്റിക്ക് പത്മകുമാറുമായി, ദേവസ്വം പ്രസിഡന്റ് മുൻ പ്രസിഡന്റ് പത്മകുമാറുമായി നല്ല ആത്മബന്ധമുണ്ട്. കടകംപള്ളി സുരേന്ദ്രൻ മന്ത്രിയുമായി നല്ല ബന്ധമുണ്ട്. അവർ ഒരുപാട് പരിപാടികളിൽ പങ്കെടുത്തിട്ടുണ്ട്, സ്റ്റേജ് പങ്കുവച്ചിട്ടുണ്ട്, സംസാരിച്ചിട്ടുണ്ട്. ഇങ്ങനെ എല്ലാം പറയുകയാണ് ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെ മൊഴിയിൽ. അപ്പോൾ ഇത്തരത്തിലുള്ള മൊഴികൾ പുറത്തു വരുമ്പോൾ വളരെ ഗൗരവതരമായ രീതിയിലാണ് ശബരിമലയിലെ വിഷയം വേറെ മാനങ്ങളിലേക്ക് തെളിഞ്ഞ് പോകുന്നത്. അങ്ങനെ പോകുമ്പോൾ ആരാണ് ഇതിനകത്ത് കള്ളം കാണിക്കുന്നത്, ആരാണ് സത്യസന്ധമായി നിൽക്കുന്നത് നമുക്ക് അറിയാൻ കഴിയുന്നില്ല. എന്തായാലും ശബരിമല വിഷയം വലിയ ഒരു പ്രതിസന്ധിയിലേക്ക് പോയിരിക്കുന്നു എന്ന് മാത്രമല്ല ഒരുപാട് കൊള്ള അവിടെ നടന്നിരിക്കുന്നു. ഇനി വേറെയും കാര്യങ്ങൾ പറയുന്നു. ഈ വിഗ്രഹം കൊണ്ടുപോയി കട്ടളകൾ കൊണ്ടുപോയി, പാളികൾ കൊണ്ടുപോയി പണിതത് അവിടെ ബാംഗ്ലൂരിലെ ഒരു അയ്യപ്പ ക്ഷേത്രത്തിലാണ്. അവിടെ വെച്ച് പണിതതിന് കുഴപ്പമില്ല. പക്ഷെ അവിടെ വെച്ച് കട്ടളയൊക്കെ പണിതിട്ട് സ്വർണം പൂശിയതിന് ശേഷം വീണ്ടും അവിടെ കൊണ്ടുവച്ചു, അവിടെ പൂജ നടത്തി. അപ്പോൾ അവിടെ നിന്നും പൈസ ഉണ്ടാക്കിയോ? ഇത് ഒരു വലിയ ശൃംഖലയാണ്. കേരളം, കർണാടക, തമിഴ്നാട് ഇതിനകത്ത് എങ്ങനെയോ ഭാഗ്യത്തിന് വന്നിട്ടില്ല. കേരളം, കർണാടക, ഹൈദരാബാദ് 3 സ്റ്റേറ്റുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന, സ്വർണ്ണ വ്യാപാരവുമായി ബന്ധപ്പെട്ടിരിക്കുന്ന, വ്യവസായികളുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന, അമ്പലവിശ്വാസികളുമായി ബന്ധപ്പെട്ടിരിക്കുന്ന വലിയ ചക്രമാണ്, ഒരു സൈക്കിളാണ്, ഒരു സർക്കിളാണ് ഇതിൻ്റെ പിന്നിൽ പ്രവർത്തിച്ചിരിക്കുന്നത്. ഇതിൽ സാമ്പത്തിക താല്പര്യങ്ങളുണ്ട്. ആരൊക്കെയാണ് ഈ ശബരിമല അയ്യപ്പൻ്റെ പേരിൽ ഈ വിഗ്രഹം കാണാനും പാളി കാണാനും അതിൻ്റെ പൂജയ്ക്കെന്നും അതിൽ സ്വർണം പൂശെന്നൊക്കെ പറഞ്ഞ് ആരൊക്കെയാണ് ഇതിൽ പണമുണ്ടാക്കിയത്? വളരെ ഗൗരവതരമായൊരു ചോദ്യമാണ്. വിജയമല്യ കൊടുത്ത സ്വർണത്തിൽ വീണ്ടും അത് എങ്ങനെയാണത് ചെമ്പായി മാറിയത്? കത്ത് കൊടുത്തതാരാണ്? ആ കത്ത് എങ്ങനെ ഉണ്ണികൃഷ്ണന് കിട്ടി? ഉണ്ണികൃഷ്ണനെ എങ്ങനെ ചുമതലപ്പെടുത്തി? ഈ പ്രിമൈസസിൽ നിന്ന് എങ്ങനെ പുറത്തു കൊണ്ടുപോയി? ശബരിമല സന്നിധാനത്ത് നിന്ന് എങ്ങനെ ഈ സ്വർണ്ണപ്പാളികൾ പുറത്തു കൊണ്ടുപോയി? 1.5 മാസം ഇതെവിടെ ഇരുന്നു? ഇങ്ങനെ തുടങ്ങി 100,000 ചോദ്യങ്ങൾക്ക് ഉത്തരം കണ്ടെത്തേണ്ടുന്ന, വളരെ ആഴത്തിലേക്കും പരപ്പിലേക്കും പോകേണ്ടുന്ന ഒരു അന്വേഷണമാണ് നടക്കേണ്ടത്. ആ അന്വേഷണം നടത്താൻ ഒരു ചെറിയ സ്പെഷ്യൽ ഇൻവെസ്റ്റിഗേഷൻ ടീമിനെ കൊണ്ട് കഴിയുമോ? അതോ ഈ കാര്യങ്ങളൊക്കെ കൂടെ എഴുതി തട്ടിക്കൂട്ടി ഉണ്ണികൃഷ്ണൻ പോറ്റിയുടെയും 2-3 കൂട്ടാളികളുടെയും പേരിലാക്കി ഇതുകൊണ്ട് കോടതിയിൽ കൊടുത്തത് അവസാനിക്കുമോ എന്നുള്ളതാണ് നമ്മെപ്പോലുള്ള സാധാരണ ജനങ്ങൾ കൗതുകത്തോടെ നോക്കിക്കാണുന്നത്.